അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങൾക്ക് വെല്ലുവിളിയായി വരുന്നു ചൈനയുടെ QW-12 മാൻപേഡ് എന്നറിയപ്പെടുന്ന മാൻ പോർട്ടബിൾ ഡിഫൻസ് സിസ്റ്റം. ഈ സിസ്റ്റത്തിലൂടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങൾക്ക് താഴ്ന്നു പറക്കാൻ കഴിയുകയില്ല. അതിന് വലിയൊരു വെല്ലുവിളിയായി ഇത് മാറും. എന്നാൽ ഇതിനെ തകർക്കാൻ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം ഇത് മാൻ പോർട്ടബിൾ ആണ്. എവിടേക്കും കൊണ്ടുപോകാൻ ഒരാൾക്ക് സാധിക്കുന്ന, കയ്യിൽ വെക്കാവുന്ന അത്രയും ചെറുതാണ്. എന്നാൽ ഇത് ഉപയോഗിച്ച് ആക്രമിച്ചാൽ താഴ്ഭാഗത്തൂടെ പറക്കുന്ന യുദ്ധവിമാനങ്ങളെ, അത് F-35 ആണെങ്കിൽ പോലും അതിനെ നശിപ്പിക്കാൻ ഈ ഒരു പ്രതിരോധ സംവിധാനത്തിന് സാധ്യമാണ്. അമേരിക്കയുടെ സ്റ്റിംഗറിന് സമാനമായ ചൈനയുടെ സിസ്റ്റമാണ് ഇത് മുഖേന യുദ്ധവിമാനങ്ങളെ നിരീക്ഷിക്കുവാനും, അതായത് ഇത് ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുവാനും അതിന്റെ നേരെ ലക്ഷ്യത്തിലേക്ക് മിസൈൽ, ഒരു തോക്ക് തൊടുത്തുവിടുന്നത് പോലെ മിസൈൽ തൊടുത്തുവിടുന്നു. മിസൈൽ വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ മിസൈൽ യുദ്ധവിമാനത്തെ പിന്തുടരുന്നു. അതിനനുസരിച്ചുള്ള ഹോമിംഗ് സിസ്റ്റം അതിന്റെ എൻഡിൽ ഘടിപ്പിച്ചത് കൊണ്ട് വിമാനത്തിന്റെ ചൂടുള്ള ഭാഗം, അതായത് എഞ്ചിനിന്റെ ഭാഗത്തെ ലക്ഷ്യമാക്കി അതിന്റെ ഇൻഫ്രാറെഡ് സീക്കറുകൾ ഉപയോഗിച്ച് അതിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. പക്ഷെ ഇത് വളരെ ഉയരെ നിന്ന് ആക്രമിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഇത് അത്ര തന്നെ ഫലപ്രദമാകാതിരിക്കുക. സാധാരണ രീതിയിൽ F-35 തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ വളരെ താഴ്ന്നു പറന്നുകൊണ്ടാണ് ആക്രമണം പലപ്പോഴും നടത്താറുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായും ഈ മിസൈലുകൾക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ചൈനയിൽ നിന്നും ഇറാനിലേക്ക് എത്തുന്നത് എന്ന വാർത്ത വരുന്നു. ഇത് ഭാവിയിലുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങൾക്ക് ഇറാനിൽ വലിയ വെല്ലുവിളി ഉയർത്തും, വലിയ ഭീഷണി ഉയർത്തും. അതേസമയം ഇറാനിൽ ചൈനയുടെ തന്നെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. അതുപോലെ റഷ്യയുടെ S-300 സിസ്റ്റം ഉണ്ട്. അതുപോലെ ഇറാന്റെ തന്നെ പവർ സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ പല സംവിധാനങ്ങളും, പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ആക്റ്റീവ് ആകുന്ന സമയത്ത് റഡാറുകൾ പ്രവർത്തിക്കണം. ഈ റഡാറിൽ കണ്ടെത്തുന്ന അടിസ്ഥാനത്തിലാണ് യുദ്ധവിമാനങ്ങളെ മിസൈൽ ലോഞ്ചറുകൾ അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ യൂണിറ്റുകൾ പ്രവർത്തിച്ച് ലോഞ്ചറിൽ നിന്നും ഈ യുദ്ധവിമാനങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിടുന്നത്. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈ റഡാർ സംവിധാനങ്ങളിൽ നിന്നും വരുന്ന പൾസുകളെ ഡിറ്റക്ട് ചെയ്ത് യുദ്ധവിമാനങ്ങൾ റഡാറിനെ ആക്രമിക്കും. ആന്റി റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ, ആന്റി റഡാർ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ സാധിക്കും. അത് റഡാറിന്റെ പൾസുകൾ എവിടെയെന്നാണോ വരുന്നത് അതിനെ ലക്ഷ്യമാക്കി അതിനെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ ഇത്തരം മിസൈലുകൾക്കാകും. അതേസമയം ഇവിടെ റഡാർ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു റേഡിയോ തരംഗങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല, പൾസുകൾ ഇവിടെ നിന്ന് വരാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും ഇതിനെ ലക്ഷ്യം വെക്കാൻ ഈ യുദ്ധവിമാനങ്ങൾക്ക് കഴിയില്ല, ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. അതേസമയം ടെലിസ്കോപ്പിൽ നിന്ന് ഈ യുദ്ധവിമാനങ്ങളെ ശ്രദ്ധിക്കുകയും ആ യുദ്ധവിമാനത്തിന് നേരെ ഈ മിസൈൽ തൊടുത്തുവിടുന്നതോടുകൂടെ അതിനെ പിന്തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് മിസൈൽ അതിന്റെ പ്രവർത്തനങ്ങൾ മാറും. അതിന്റെ ഗൈഡഡ് സംവിധാനങ്ങൾ ആ രീതിയിൽ രൂപകൽപ്പന ചെയ്തതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാകും. ഇത് യുദ്ധവിമാനങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറും. ഇത്തരത്തിലുള്ള മാൻ പോർട്ടബിൾ അല്ലെങ്കിൽ പോലും മാജിദ് തുടങ്ങിയ ഇറാന്റെ സ്വയം സംവിധാനങ്ങളാണ് F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങളെ തകർത്തത്. കാരണം അതും റഡാറുകൾ ഉപയോഗിച്ചല്ല പ്രവർത്തിക്കുന്നത്, അതെല്ലാം തെർമൽ ഇമേജിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിച്ചത്. അതുകൊണ്ട് ഈ യുദ്ധവിമാനങ്ങൾക്ക് ഈ റഡാറുകളെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. അതേസമയം പെട്ടെന്ന് അത് അപകടാവസ്ഥയിൽ ആവുകയും ചെയ്യും.